ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണാറുണ്ടല്ലേ? ഒരുപാട് സ്വപ്നങ്ങൾ കാണാറുണ്ട്. അതെല്ലാം ഫലവത്താവാറുണ്ടോ? ഇല്ല. എങ്ങനെ ആവൂലേ? നമ്മളിങ്ങനെ സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടി ഇങ്ങനെ വെക്കും. പക്ഷെ ചിലതൊക്കെ യാഥാർത്ഥ്യമാവാറുണ്ട്. ചിലതൊക്കെ നമ്മൾ വിചാരിച്ച പോലെ നടക്കില്ല. ചിലതൊക്കെ പിന്നെ സങ്കടത്തിൻ്റെ വക്കിലെത്താറുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച കാര്യം നടക്കാതെ വരുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നാറില്ലേ? എനിക്ക് തോന്നാറുണ്ട് കേട്ടോ, ഒരുപാട് വിഷമം തോന്നാറുണ്ട്. നമ്മൾ വിചാരിച്ച മാതിരി ആഗ്രഹിച്ച രീതിക്കുമല്ല നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ. അതേമാതിരി നമ്മളിപ്പോൾ ഒരാളിപ്പോൾ പിന്നെ വേണ്ട, നമ്മളൊരു സാധനം വാങ്ങണമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ആ സാധനം വാങ്ങാൻ സാധിച്ചില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നാറില്ലേ? എല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെയാണ്. എന്താല്ലേ ഇങ്ങനെ? എല്ലാവരൊന്നും അറിയണ്ട, കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ എന്തും നടക്കും. ഇല്ലാത്തവർക്ക് എന്തോരം വിഷമമുണ്ടോ. ഇന്നിപ്പോൾ ഒരു ക്രിസ്മസ് ദിനല്ലേ? ഇന്നത്തെ ദിനത്തിൽ എത്രയോ ആളുകളെ വീട്ടിൽ പട്ടിണി കിടക്കുന്നവരുണ്ടാവും. ഒരു കേക്ക് വാങ്ങാൻ കഴിയാത്തവരുണ്ടാവും. പിന്നെ ചിലരൊക്കെ കേക്ക് സ്വന്തം മക്കളിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. സ്വന്തമായിട്ട് തൻ്റെ മക്കൾ അല്ലെങ്കിൽ തൻ്റെ വൈഫിൻ്റെ കയ്യിൽ നിന്ന് ഒരു ജോഡി ഡ്രസ്സ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഒരു കേക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും മനുഷ്യന്. പക്ഷെ അത് കിട്ടാതാവുമ്പോൾ ആ ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ഊഹിച്ച് നോക്കിയിട്ടുണ്ടോ? എല്ലാവർക്കും ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലാത്തവരല്ലല്ലോ മനുഷ്യൻ. ആഗ്രഹങ്ങൾ കുമിഞ്ഞുകൂടും, അതുപോലെ സ്വപ്നങ്ങൾ കുമിഞ്ഞുകൂടും. പക്ഷെ അതൊന്നും നടക്കാതെ വരുമ്പോഴുള്ള വിഷമങ്ങളും അതും സ്വാഭാവികം. അപ്പം എല്ലാവർക്കും എല്ലാവരുടെ ആഗ്രഹങ്ങളും നിറവേറട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. എനിക്കും അങ്ങനെ ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷെ പ്രതീക്ഷിക്കാതെ നമുക്ക് കയ്യിലേക്ക് ചിലപ്പോൾ പല കാര്യങ്ങളും വന്നു ചേരാറുണ്ട്.